ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുണ്ടാകുന്ന മനുഷ്യർ വൾണറബിളായ സിറ്റുവേഷനിൽ കൂടെ കടന്നു വരുന്നവരായിരിക്കും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 80% ആളുകൾ മോശപ്പെട്ട ജീവിത സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ മോശപ്പെട്ട സാഹചര്യത്തിൽ കടന്നു വന്ന ആളുകളുടെ ഒരു പ്രതിനിധി തന്നെയാണ് ഞാൻ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു 8 കിലോമീറ്ററൊക്കെ ദൂരെ പോയാൽ സ്കൂളുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ താമസിക്കുന്ന നാട്ടിൽ വളരെ അടുത്തടുത്ത് 2 കിലോമീറ്റർ ഇടവിട്ട് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ 1000-ഓളം കുട്ടികൾ പഠിച്ച സ്കൂളാണുള്ളത്. എനിക്കൊരിക്കലും സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം സ്കൂള് ഒരു പക്ഷെ ഞാനെന്ന കുഞ്ഞിനെ ഞെരുക്കി ഇരുന്നു എന്ന് വേണം പറയാം. ഞാൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ആളുകൾക്ക് കൂട്ടുകാരുണ്ടാവുന്നതെന്ന്. അപ്പം എൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ എനിക്ക് മറ്റൊരു ആളെ കൂട്ടുകാരനാക്കാൻ അല്ലെങ്കിൽ കൂട്ടുകാരിയാക്കാൻ പറ്റാത്ത ഒരാൾ തന്നെയായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഞാൻ ബെഡ് വെറ്റിംഗ് ആയ ആളായിരുന്നു. ഞാൻ മൂക്ക് സ്ഥിരമായി ഒലിക്കുന്ന ആളായിരുന്നു. പിന്നെ എൻ്റെ നാട് വെള്ളമില്ലാത്ത നാടായതുകൊണ്ട് 1-2 നട വെള്ളം മാത്രം വീട്ടിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുളിക്കാതെ പോകുന്ന വിദ്യാർത്ഥിയായിരുന്നു. ചിലപ്പോൾ ഞാൻ തലനിറ പേനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് എനിക്കൊരു വിഷയമെടുത്തൊരു സുഹൃത്തിനോട് പറയാനുണ്ടായിരുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ആളുകൾ മാറ്റി നിർത്തിയിട്ടല്ലെങ്കിലും ഞാൻ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു.